യാത്രാ നിരക്ക് മന്ത്രി ഇടപെട്ടപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് 5000 രൂപ പിഴ. അത് നന്നായി. മന്ത്രിമാരിങ്ങനെ ഇറങ്ങണം. ആൾക്കാരുടെ ഇടയിലേക്ക് ഇവരൊക്കെ ഇറങ്ങിയാലേ പല കഷ്ടപ്പാടും അറിയാൻ പറ്റും. അതെ അതെ. പൊതുജന പാർട്ടി നേതാവ് സത്യശീലൻ രാജിവെച്ചു. തൻ്റെ പാർട്ടിയിലെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് രാജിക്ക് കാരണമെന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്നുള്ള പ്രവർത്തനം ജനക്ഷേമ പാർട്ടിയിലായിരിക്കുമെന്നും അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു. എൻ്റെ മന്മതേട്ടാ, മെനഞ്ഞാന്ന് വരെ ഈ ജനക്ഷേമ പാർട്ടിക്കാരെ ചീത്ത വിളിച്ച് നടന്ന ആളാ സത്യശീലൻ. ഇപ്പൊ ഇടുന്നവർക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായേ. ഇന്നലെ ഉറക്കം എണീറ്റപ്പോ പെട്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത് അയാളെ പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഒരു 10:30 ആയപ്പോൾ അങ്ങ് തീരുമാനം എടുത്തു രാജിവെക്കാന്ന്. അതുവരെ അയാൾക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു, ഇത് അറിയില്ലായിരുന്നു. 10-15 കൊല്ലമായിട്ട് പാർട്ടി പ്രവർത്തിച്ചോണ്ടാണ് ഇപ്പൊ അവനൊക്കെ എന്ത് ചെയ്യാനെന്നാണ് പത്രത്തിലുണ്ട് അങ്ങനെ രാവിലെ തോന്നിയടാ പോടാ പത്രത്തില്. ഇനിയിപ്പോ കോയന്റെ പാർട്ടിയിൽ നിന്നിട്ട് സത്യശീലൻ പഴയ പാർട്ടീനെ സ്വന്തം പാർട്ടീനെ ചീത്ത പറയണ്ടേ? ഇപ്പൊ അത് പറയും വേണ്ടേ? അത് പറയണമല്ലോ. എന്താണോ മാനവും ഇല്ലാത്ത ആൾക്കാർ, എന്ത് മനുഷ്യന്മാരാണ്. എടാ നാണോ മാനോ ഉള്ളവനാണെങ്കിൽ എന്തേലും പണിക്ക് പോവും. ഒന്നീ തൂമ്പ എടുത്ത് കിളയ്ക്കാൻ പോവും, അല്ലെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കാൻ പോവും, അല്ലെങ്കിൽ വാർക്കപ്പണിക്ക് പോവും, അല്ലെങ്കിൽ കക്ക വാരാൻ പോവും, അല്ലെങ്കിൽ മണല് വാരാൻ പോവും. ഇത് ഒന്നും ഇല്ലാത്ത എന്ത് ചെയ്യും? കക്കാൻ പോവും, പിടിച്ചു പറിക്കാൻ പോവും, അല്ലെങ്കിൽ വല്ല ഓൺലൈൻ തട്ടിപ്പിന് പോവും. ഇനി അതിനും കൊള്ളാത്തവൻ എന്ത് ചെയ്യും? ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പോവും. ഇങ്ങനെ പോവും. ഇതേ സ്വന്തം കാര്യം സിന്ദാബാദ്. ഇവനൊക്കെ ഉണ്ടല്ലോ, ഒരു മനുഷ്യനോടും കൂറില്ല, സ്വന്തം പാർട്ടിയോടില്ല, ജനങ്ങളോടില്ല, ഈ സ്ഥാനമാനങ്ങളോടും പിന്നെ അവൻ്റെയൊക്കെ കുടുംബങ്ങളോടും മാത്രമേ കൂറുള്ളൂ. യവനൊക്കെ വോട്ട് ചെയ്യാൻ പോണെങ്കിൽ നാറികൾക്ക് വോട്ട് ചെയ്യണം നമ്മളെ പറഞ്ഞാൽ. നമ്മുടെ പൊതുജന പാർട്ടിക്ക് നേരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പാർട്ടിയിലേക്ക് ജനക്ഷേമ പാർട്ടിയുടെ കരുത്തൻ, നമ്മുടെ പാർട്ടിക്ക് എന്നും വെല്ലുവിളിയായിരുന്ന ധീരനായ നേതാവ് ഇന്നു മുതൽ നമ്മുടെ പൊതുജന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമ്മളിൽ ഒരുവനായി നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് രാജാതൻ എന്ന ഈ യുവ രാഷ്ട്രീയ നേതാവിനെ നമ്മുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാനധികം ദീർഘിക്കുന്നില്ല. ഇനി നമ്മളോട് 2 വാക്ക് നമ്മുടെ യുവ നേതാവ്, നമ്മുടെ പുതിയ നേതാവ് രാജാതൻ സംസാരിക്കും. ആദരണീയനായ പൊതുജന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, എത്രയും ബഹുമാന്യനായ സുഗതൻ സാർ, പൊതുജന പാർട്ടിയുടെ മഹിളാ വിങ്ങിൻ്റെ ഊർജ്ജസ്വലയായ പ്രവർത്തക മണ്ടോദരി മാഡം, പൊതുജന പാർട്ടിയുടെ ന്യൂനക്ഷേമ മുഖം മൊയ്തു സാർ, എത്രയും പ്രിയമുള്ള എൻ്റെ പുതിയ സഹപ്രവർത്തകർ, ഞാൻ ഇന്നലെ വരെ ജനക്ഷേമ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. ഈ നിമിഷം മുതൽ ഞാൻ പൊതുജന പാർട്ടിയുടെ രക്തമാണ് എൻ്റെ സിരകളിൽ ഓടുന്നത്. ഈ വലിയ പാർട്ടിയിലേക്ക് എന്നെ സ്വീകരിച്ച, സന്തോഷത്തോടെ സ്വീകരിച്ച ഈ അഭിമാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, കേരളം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന സുഗതൻ സാറിനെ പോലുള്ളവരെയും മണ്ടോദരി മാഡത്തിനെയും മൊയ്തു സാറിനെയും ഒക്കെ ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഒരുപാട് തെറി പ്രസംഗത്തിലൂടെയും എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തു പോയതിനെല്ലാം ഹൃദയം തുറന്ന് നിങ്ങളോട് ഞാൻ അതൊന്നും ആവശ്യം രാഷ്ട്രീയാവും. പിന്നെ വിളിക്കും. ഞാനൊരു നാടകം കണ്ടുകൊണ്ട് സോറി, മാപ്പ് ചോദിക്കുകയാണ്. ഈ നിമിഷം മുതൽ പാരിജാതൻ എന്ന എൻ്റെ സിരകളിൽ ഓടുന്നത് പൊതുജന പാർട്ടിയുടെ രക്തമാണ്. ഞാനൊരു സ്ഥാനാർത്ഥി മോഹം കൊണ്ട് പാർട്ടി വിട്ടവനല്ല. ഇവിടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച കാര്യം എനിക്കറിയാം.
സത്യശീലൻ ചെയ്ത തെണ്ടിത്തരമല്ല ഭാര്യ ചെയ്തത്. ഈ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഈ നിമിഷം മുതൽ അരയും തലയും മുറുക്കി നിങ്ങളുടെ ആവശ്യപ്രകാരം, നിങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ഏത് ചെറിയ പ്രവർത്തകനും പറയുന്നത് അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ ബാല്യവും യുവത്വവും കൗമാരവുമെല്ലാം കോയ എന്ന് പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു തെണ്ടിക്ക് വേണ്ടി സിന്താവ വിളിച്ച് കളഞ്ഞവനാണ്. ഇന്നലെ കേറി വന്ന സത്യശീലൻ എന്ന ചെറ്റയെ മോശം വർത്താനം പറയണമെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ആ ചെറ്റയ്ക്ക് വേണ്ടി കൊടി പിടിക്കാൻ ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അങ്ങോട്ട് വന്ന ആ ചെറ്റക്കിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഓടി വന്നതല്ല ഞാൻ ഈ പാർട്ടിയിലേക്ക്. ഞാൻ ഇതുവരെ പ്രവർത്തിച്ച ജനക്ഷേമ പാർട്ടിയിൽ പ്രവർത്തിക്കണോ, അതുപോലെ ജനപക്ഷത്ത് നിൽക്കുന്ന ജനനന്മയ്ക്കും രാഷ്ട്രനന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സുഹൃദേട്ടൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കണോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇന്നലെ വെളുപ്പിന് 4:30 എനിക്ക് ബോധോദയം ഉണ്ടായത്. ഈ പാർട്ടിയാണ് നല്ലത്. സ്നേഹത്തിന്റെയും ഉത്സാഹത്തിന്റെയും കട ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ സുഹൃദേട്ടനെ ബന്ധപ്പെട്ടു. ഇന്ന് ഈ മീറ്റിംഗിൽ വെച്ച് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞു. സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും പെൺവാണിഭത്തിന്റെയും കൂത്തരങ്ങായ ആ തെണ്ടിക്കോയ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഞാൻ വടിയിറങ്ങി പോരുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു സ്ഥാനമാനവും ഭാര്യയ്ക്ക് വേണ്ട, ഒരു സ്ഥാനമാനവും ഭാര്യയ്ക്ക് വേണ്ട. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത് ഞാൻ മരിക്കുമ്പോ ഒരു പതാക എന്റെ ബോഡിയിൽ ഒന്ന് പുതപ്പിക്കണേ എന്നുള്ളൊരു ആഗ്രഹം മാത്രം. മനോമന്ത്രി സിന്ദാബാദ്, പ്രതിഷേധ ധർണ സിന്ദാബാദ്, മനോമന്ത്രി സിന്ദാബാദ്, പ്രതിഷേധ ധർണ സിന്ദാബാദ്. മാനവമൈത്രി പാർട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. നല്ല പാർട്ടിയായിരുന്നു അത്. ഈ കോയ എന്ന് പറയുന്ന ഈ പീക്കിരി നേതാവിനെ ആ പാർട്ടി സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് ആ പാർട്ടിയുടെ എല്ലാ നിലവാരവും നശിച്ചു പോയിരിക്കുകയാണ്. മനോമന്ത്രി ചുക്കാനെന്തിയ മനോമന്ത്രി സിന്ദാബാദ്. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു ധർണ നടത്തുന്ന സമയത്ത്, മാനവമൈത്രിയുടെ ഒരു ധർണ നടക്കുന്ന സമയത്ത് ഇത്ര ആളുകൾ ഇവിടെ തടിച്ചു കൂടുന്നതെന്ന് പറഞ്ഞ തന്നെയാണ് മാനവമൈത്രിയുടെ ആ പാർട്ടിയുടെ ആ പ്രവർത്തകരുടെ ഒക്കെ വിജയം. ഇനി വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കോയക്ക് ഇവിടെ മാത്രമല്ല, കോയക്ക് പല സ്ഥലങ്ങളിലും ഭാര്യമാരുണ്ട്. പല സ്ഥലത്തും ഭാര്യമാരുള്ള ആളാണ് ഈ കോയ. മലപ്പുറത്തുണ്ട്, വയനാടുണ്ട്, ഇടുക്കിയിലുണ്ട്, കാസർഗോഡുണ്ട്. എണ്ണിയാൽ ഒടുങ്ങുവോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല. കോയ മാസിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളും ചില കഥകളൊക്കെ അയച്ചു വിടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമാണ്. കോയ മാഷ് എന്താണെന്നുള്ളത് ഉടുമ്പൻമലയിലെ ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനത് വിളംബരം ചെയ്യാനും തയ്യാറല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവനവന്റെ കാര്യത്തിന് വേണ്ടി, അവനവന്റെ കാര്യസിദ്ധിക്ക് വേണ്ടി മാത്രം, അധികാരത്തിന് വേണ്ടി മാത്രം പാർട്ടി മാറിയയാളാണ് ഈ കോയ. കോയ ഇനി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ പോലും കോയയെയോ അല്ലെങ്കിൽ കോയയെ പോലുള്ള മറ്റുള്ളവരെയോ ഈ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇങ്ങനെ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന കക്ഷികളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓന്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഓന്തുകളാണ്, വെറും ഓന്താണ് ഈ കോയ. പ്രിയപ്പെട്ടവരെ, പറയുമ്പോ പറയാണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരാളെ കുറിച്ച് പറയലല്ല.
ഈ സത്യശീലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ചാക്കുമൂടിലുള്ള ആൾക്കാർക്കും ഉടുമ്പമലയിലെ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു കാര്യമാണ് നമ്മുടെ നാടിന് ഉപകാരപ്പെട്ടുള്ളത്. ഇദ്ദേഹം കാലെടുത്ത് കുത്തിയിട്ടുള്ള ഏത് പ്രസ്ഥാനവും നശിച്ച് നാറാണക്കല്ല് കുത്തിയിട്ടുള്ള ചരിത്രം അല്ലാതെ വേറെന്തായിട്ടില്ല. ഇയാള് നാക്കെടുത്ത നുണ പറയുന്ന മനുഷ്യനാണ്, ഇത് എല്ലാവർക്കും അറിയാം. അധികാരം ഉപയോഗിച്ച് അവനവന്റെ പോക്കറ്റ് വീർപ്പിക്കുന്ന ഈ കോയ ഈ പാർട്ടിയിൽ നിന്ന് പോയത് നന്നായി എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ പാർട്ടിയിൽ നിന്ന് പോയത് നന്നായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ പാലിന് ഒരു ഗ്ലാസ് നല്ല പാലില് ഒരു പാഷാണത്തിന്റെ ഒരു തുള്ളി വീണാൽ മതി, പിന്നെ അത് കുടിക്കാൻ പറ്റൂല. ആ പാഷാണാണ് ഈ സത്യശീലൻ, അത് മനസ്സിലായിക്കോളി. ഞാൻ കൂടുതലായൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ക്യാമ്പയിന്റെ ഉടുമ്പൻമല യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്താന്നറിയാ ചെവിയിൽ പഞ്ഞി വെക്കാൻ പോകണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല. രണ്ട് പൊതിയാണ് സത്യശീലന്റെയും കോയന്റെയും പരസ്പരം പൂരത്തെറി. ഞാൻ കുറെ നേരം അവിടെ നിന്ന് കേട്ടിട്ട് തെറി പുതിയ പുതിയ തെറികള്, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അയ്യോ, അല്ല മതി കോയം സത്യശീലൻ ഒരു പാർട്ടിയല്ലേ, പിന്നെ ഇവര് തമ്മിൽ എന്താ പ്രശ്നം? അത് നീ അറിഞ്ഞില്ലേ? എടാ, കോയക്ക് ഗവർണർ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ കോയ മാനവ് മൈത്രി പാർട്ടിയിലോട്ട് ഒരൊറ്റ ചാട്ടം. ഇതാണ് രാഷ്ട്രീയം. ഇത്രേ ഉള്ളൂ. ഒരുത്തനും ഒരു ആത്മാർത്ഥതയില്ല, എല്ലാവരും അധികാരമോഹം. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഇതുമാതിരി പല തന്ത സ്വഭാവം കാണിക്കണ രാഷ്ട്രീയക്കാരന്മാര് വോട്ട് ചോദിച്ച് വന്നാല് ഞാൻ നല്ല തെറി വിളിച്ച് എല്ലാവരും ഓടിക്കും. അത് വേണം. എന്നിട്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സത്യസന്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്നാലേ ജനാധിപത്യത്തിന് അർത്ഥം ഉണ്ടാവും. കറക്റ്റ്. നാറിയൽ ന്യായം മായം